സങ്കീർത്തനക്കാരൻ പറയുന്നത്, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അത് ഒരു നാളും സാധിക്കയില്ല. സങ്കീർത്തനം 49:7 മുതൽ 9 വരെ. പാപത്താൽ സാത്താൻ്റെ അടിമത്തത്തിൽ ആയ മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ വലിയ വില കൊടുക്കണം. ഒരു മനുഷ്യൻ്റെ ആത്മാവ് സർവ്വലോകത്തേക്കാൾ വിലയേറിയത്. അതിനേക്കാൾ വിലയേറിയ മറ്റൊന്നില്ലാത്തതിനാൽ തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ തന്നെ പിതാവായ ദൈവം ലോകത്തിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ പുത്രനായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം നമുക്ക് വേണ്ടി മറുവിലയായി ക്രൂശിൽ ചൊരിഞ്ഞു. വീണ്ടെടുപ്പ് വില ദൈവത്തിന് കൊടുത്തു. നമ്മെ സാത്താൻ്റെ അടിമത്തത്തിൽ നിന്നും വീണ്ടെടുത്തു. നമ്മെ വീണ്ടെടുക്കുവാൻ ആരാരുമില്ലാതിരുന്ന സ്ഥാനത്ത് നമുക്ക് വേണ്ടി മറുവിലയായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി പിതാവായ ദൈവത്തെ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ.